ഓഗസ്റ്റ് മാസത്തെക്കുറിച്ചുള്ള നിങ്ങൾക്കറിയാത്ത 10 അത്ഭുതകരമായ വസ്തുതകൾ കേൾക്കാം. ഓഗസ്റ്റ് മാസം ചരിത്രപ്രധാനമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മാസമാണ് കേട്ടോ. ഒരു സാധാരണ മാസം മാത്രമല്ല, കുറേ പ്രതീകങ്ങളും കൗതുകകരമായ നിരവധി വസ്തുക്കളും ഈ മാസത്തിനുണ്ട്. ഇന്ന് ഓഗസ്റ്റ് മാസത്തെക്കുറിച്ചുള്ള 10 രസകരമായ വിവരങ്ങൾ അറിയാം. ഓഗസ്റ്റ് എന്ന പേര് എങ്ങനെ വന്നു നിങ്ങൾക്കറിയാമോ? നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചക്രവർത്തിയുണ്ട്, റോമൻ ചക്രവർത്തി ഓഗസ്റ്റസ് സീസർ. ഓഗസ്റ്റസ് സീസറിന്റെ ബഹുമാനാർത്ഥമാണ് ഈ മാസത്തിന് ഓഗസ്റ്റ് എന്ന പേര് നൽകിയത്. ഇനി രണ്ടാമത്തെ ഫാക്ട്, ഓഗസ്റ്റിൽ 31 ദിവസങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഓഗസ്റ്റ് മാസത്തിന് 31 ദിവസങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെല്ലാം ഈ മാസം വേനൽക്കാല മാസമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവധിക്കാലത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഇനി മൂന്നാമത്തേത്, ഓഗസ്റ്റിന് സ്വന്തമായി ജന്മപുഷ്പങ്ങളുണ്ട്. ഈ മാസത്തില് 2 പുഷ്പങ്ങളാണ് നമുക്ക് ജന്മപുഷ്പങ്ങളായി കാണാവുന്നത്. ഒന്ന് ഗ്ലാഡിയോലസ്. ഗ്ലാഡിയോലസ് പ്രതിനിധീകരിക്കുന്നത് ധൈര്യം, ആത്മവിശ്വാസം, സത്യസന്ധത എന്നിവയാണ്. അടുത്തതായി പോപ്പി, സമാധാനം, ഓർമ്മ, പ്രത്യാശ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇനി നാലാമത്തെ ഫാക്ട്, ഓഗസ്റ്റിന്റെ ജന്മരത്നങ്ങൾ. ഓഗസ്റ്റിൽ ജനിച്ചവരുടെ പ്രധാന ജന്മരത്നം പെരിഡോട്ടാണ്. ഇതുകൂടാതെ സ്പൈനൽ, സാർഡോണിക്സ് എന്നീ രത്നങ്ങളും ഓഗസ്റ്റുമായി ബന്ധപ്പെട്ടവയാണ്. ഓഗസ്റ്റിൽ ജനിച്ച പ്രശസ്തരാരൊക്കെയാണ്? 2 പേരുടെ പേര് ഞാൻ പറയാം, ഉസൈൻ ബോൾട്ടും മദർ തെരേസയും. ഇനി ബാക്കിയുള്ളവരെ നിങ്ങൾ കണ്ടുപിടിക്കാമോ? ആറാമത്തെ ഫാക്ട്, ആകാശത്തിലെ അത്ഭുതം. ആകാശത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടത്രേ. വാനനിരീക്ഷകർക്കെല്ലാം വളരെ ആഘോഷിക്കപ്പെടേണ്ട മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം എന്നത്. അതായത് ഇവിടെ മെറ്റീരിയർ ഷവർ എന്നൊരു കാര്യം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റിൽ പേഴ്സീഡ് മെറ്റീരിയർ ഷവർ എന്ന ഉൽക്കാവർഷം ദൃശ്യമാകും. 1 മണിക്കൂറിൽ നിരവധി ഉൽക്കകൾ ആകാശത്ത് കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണിത്. ഇനി ഓഗസ്റ്റിലെ പ്രധാന ദിനങ്ങൾ ഏതെല്ലാമാണ്? ആദ്യത്തേത് അന്താരാഷ്ട്ര യുവജന ദിനം. അതെന്നാണെന്നറിയാമോ? ഓഗസ്റ്റ് 12. ഇനി ഓഗസ്റ്റ് 19 എന്താണ്? ലോക മാനവിക ദിനം. ഇതുകൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിരവധി ആഘോഷങ്ങളും ഈ മാസത്തിലുണ്ട്. ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ ഓഗസ്റ്റ് മാസത്തിൽ? നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. 9ാമത്തെ ഫാക്ട്, ഓഗസ്റ്റ് പുതിയ തുടക്കങ്ങളുടെ മാസമായി കണക്കാക്കപ്പെടുന്നു. പലരും പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പുതിയ ശീലങ്ങൾ ആരംഭിക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും തിരഞ്ഞെടുക്കുന്ന മാസമാണ് ഓഗസ്റ്റ്. ഇനി 10ാമത്തെ ഫൺ ഫാക്ട് പറയട്ടെ. വളരെ രസകരമായൊരു ഫൺ ഫാക്റ്റ് ആണ് കേട്ടോ. ഓഗസ്റ്റ് ബിഗിൻസ് ഓൺ ദ സെയിം ഡേ ഓഫ് ദ വീക്ക് ആസ് ഫെബ്രുവരി ഇൻ ലീപ്പ് ഇയേഴ്സ്. ഇത് അധികമാർക്കും അറിയാത്ത ഒരു ഫാക്റ്റ് ആയിരിക്കും. അതായത് ലീപ്പ് ഇയറിൽ, കഴിഞ്ഞ ലീപ്പ് ഇയർ 2024 ലീപ്പ് ഇയർ നമ്മൾ ആ കലണ്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ 2024 ഫെബ്രുവരി 1 തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അതേസമയം അതേ ലീപ്പ് ഇയർ 2024 ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച തന്നെയാണ് തുടങ്ങിയത്. ഇനി അടുത്ത ലീപ്പ് ഇയർ വരുന്നത് എപ്പോഴാണ്? 2028 ആണ്. ഇനി നമുക്ക് ആ 2028 കലണ്ടറിൽ നോക്കിയാലും ഇതേ സെയിം ആഴ്ച തന്നെ കാണാൻ പറ്റും. അതായത് അതിവർഷങ്ങളിൽ ഫെബ്രുവരി ആരംഭിക്കുന്ന അതേ ആഴ്ചയിലെ ദിവസത്തിലാണ് ഓഗസ്റ്റ് മാസവും ആരംഭിക്കുന്നത്. ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് നാം ഇന്ന് കേട്ടത് അല്ലേ? ഒരിക്കലും മറക്കില്ല ഇത്തരം ഫാക്റ്റുകൾ. ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ കൗതുകരമായ ഇത്തരം വാർത്തകൾ കേട്ട് തുടങ്ങുക എന്നുള്ളത് എത്ര രസകരമായ കാര്യമാണല്ലേ. ഇനി ഓഗസ്റ്റ് മാസത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? കമൻറ്റിൽ അറിയിക്കൂ.